ഹലോ എവ്രി വൺ, വെൽക്കം ടു സ്കോളേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോഷ്യോളജിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് MCQs ആണ്. ഇത് എയിംസ്, നോർസെറ്റ്, ജിപ്മർ, RRB, കേരള PSC പോലെയുള്ള എക്സാംസിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള സെഷനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ഫാദർ ഓഫ് സോഷ്യോളജി? ഓഗസ്റ്റെ കോംറ്റെ, മാക്സ് വെബർ, പോൾ എർലിച്ച്, ഒക്ബേൺ. അപ്പം നമ്മൾ ഫാദർ ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നത് ഓഗസ്റ്റെ കോംപ്റ്റനെയാണ്. He was among the first to apply the scientific method to the study of society. നമ്മൾ സോഷ്യോളജിയെ കുറിച്ച് പഠിക്കുമ്പം അതിലൊരു സയന്റിഫിക് മെത്തേഡ് ആദ്യമായിട്ട് അപ്ലൈ ചെയ്തത് ഓഗസ്റ്റെ കോംറ്റെ ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഫാദർ ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നത്. മാക്സ് വെബറിനെ നമ്മൾ പറയുന്നത് മോഡേൺ ഫാദർ ഓഫ് സോഷ്യോളജി എന്നാണ്. എക്സാമിന് മോഡേൺ ഫാദർ ഓഫ് സോഷ്യോളജി ചോദിച്ചാൽ ആൻസർ മാക്സ് വെബർ ആണ് വരിക. വില്യം എഫ് ഒക്ബേൺ ആണ് നമ്മളെ കൾച്ചറൽ ലാഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തത് വില്യം എഫ് ഒക്ബേൺ ആണ്. കൾച്ചറൽ ലാഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. പോൾ എർലിച്ച് ഫാദർ ഓഫ് കീമോതെറാപ്പി എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വേർഡ് സോഷ്യോളജി ഡിറൈവ്ഡ് ഫ്രം? ഗ്രീക്ക് വേർഡ്, ഫ്രഞ്ച് വേർഡ്, ഡച്ച് വേർഡ്, ഇംഗ്ലീഷ് വേർഡ്. ദ റൈറ്റ് കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ഗ്രീക്ക് വേർഡ്. അപ്പോൾ മെയിൻ ആയിട്ട് സോഷ്യോളജി എന്ന് പറയുന്നത് രണ്ട് വേർഡ്സ് നിന്നാണ് വന്നിരിക്കുന്നത്. ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള സോഷ്യസ് എന്ന് പറയുന്ന വേർഡിൽ നിന്ന്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് കമ്പാനിയൻ അല്ലെങ്കിൽ അസോസിയേറ്റ് എന്നുള്ള മീനിങ് ആണ്. ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള ലോഗോസിന്റെ മീനിങ് സ്റ്റഡി എന്നാണ്. അപ്പം സോഷ്യസ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡും ലോഗോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡും കൂടെ ചേർന്നിട്ടാണ് സോഷ്യോളജി എന്ന് പറയുന്ന വേർഡ് ഫോം ചെയ്തിരിക്കുന്നത്. സോഷ്യോളജി ഈസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് സൊസൈറ്റി, ഗ്രൂപ്പ്സ് ആൻഡ് സോഷ്യൽ ബിഹേവിയേഴ്സ്. നമ്മൾ സയന്റിഫിക് സ്റ്റഡിയാണ് സൊസൈറ്റിയെ കുറിച്ചും അതുപോലെ ഗ്രൂപ്പ്സിനെ കുറിച്ചും സോഷ്യൽ ബിഹേവിയേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ശാസ്ത്രീയമായ പഠനത്തിന് അല്ലെങ്കിൽ ഒരു സയന്റിഫിക് സ്റ്റഡിയെയാണ് നമ്മൾ സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ടും സൊസൈറ്റി, സമൂഹത്തിനെ കുറിച്ച് പഠിക്കുന്നു, ഗ്രൂപ്പുകളെ കുറിച്ച് പഠിക്കുന്നു, സോഷ്യൽ ബിഹേവിയേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന സയന്റിഫിക് സ്റ്റഡിയാണ് സോഷ്യോളജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോഷ്യൽ ചേഞ്ച് ഈസ് കണ്ടിന്യൂസ്, ഇറസിസ്റ്റിബിൾ, ബോത്ത് എ ആൻഡ് ബി. ലാസ്റ്റ് ഓപ്ഷൻ ഡിസ്റ്റിങ്ഷൻ. സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കൾച്ചർ ചേഞ്ച് മീൻസ് ഓപ്ഷൻ എ, ചേഞ്ച് ഇൻ ദ സോഷ്യൽ സ്ട്രക്ചർ, ചേഞ്ച് ഇൻ ദ സോഷ്യൽ റിലേഷൻഷിപ്പ്, ചേഞ്ച് ഇൻ കൾച്ചർ ഓഫ് സൊസൈറ്റി, ബോത്ത് എ ആൻഡ് ബി. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ചേഞ്ച് ഇൻ ദ കൾച്ചർ ഓഫ് സൊസൈറ്റിനെയാണ് നമ്മൾ സൊസൈറ്റിയിൽ ചേഞ്ചസ് അല്ലെങ്കിൽ ചേഞ്ചസ് ഇൻ സൊസൈറ്റി എന്ന് പറയുന്നത്. Next question, man is a social animal stated by Hippocrates, Auguste Comte, Freud, Aristotle. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു അനിമൽ ആണ്, ഒരു സോഷ്യൽ അനിമൽ ആണെന്ന് ആദ്യമായിട്ട് സ്റ്റേറ്റ് ചെയ്തത് അരിസ്റ്റോട്ടിൽ ആണ്. ആൻസർ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. മാൻ ഈസ് ബൈ നാച്ചർ എ സോഷ്യൽ അനിമൽ. ഏർലി മാരേജ് ഓഫ് ഗേൾസ് ലീഡ്സ് ടു വിമൻ എംപവർമെന്റ്, ലാർജ് ഫാമിലീസ്, ഗുഡ് സോഷ്യൽ സ്റ്റാറ്റസ്, ഹെൽത്തി മദർ ആൻഡ് ഫാമിലി. അപ്പം ഏർലി മാരേജസ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ലാർജ് ഫാമിലീസ് ആണ്. ചെറിയ പ്രായത്തിൽ തന്നെ മാരേജ് കഴിഞ്ഞു. അപ്പം അതിനനുസരിച്ച് തന്നെ അവർക്ക് ഓരോരോ ഇയറിലും പ്രൊജനീസ് ഉണ്ടാവുന്നു അല്ലെ. അതിന്റെ ഭാഗമായിട്ട് ഫാമിലി സ്ട്രെങ്ത് കൂടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലാർജ് ഫാമിലീസ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പൊ അത്രയും കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നു, അതിനനുസരിച്ച് ലാർജ് ഫാമിലി ഉണ്ടാവുന്നു. അപ്പം ഏർലി മാരേജ് ഓഫ് ഗേൾസ് ലീഡ്സ് ടു ലാർജ് ഫാമിലീസ് ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും മാച്ച് ചെയ്യുന്നതല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് വൺ മസ്റ്റ് മാരി വിത്തിൻ വൺസ് ഓൺ കാസ്റ്റ്? എക്സോഗ്യാമസ്, എൻഡോഗ്യാമസ്, പോളിഗാമി, പോളിആൻഡ്രി. ഒരാൾ അവരുടെ അതേ കാസ്റ്റ് തന്നെ അല്ലെങ്കിൽ അവരുടെ അതേ ഗോത്രത്തിൽ തന്നെ അവർ വിവാഹം കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മാരേജ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അതിന് പറയുന്നത്? അപ്പൊ നമ്മൾ അതിന് എൻഡോഗ്യാമസ് എന്നാണ് പറയുന്നത്. ദ റൈറ്റ് ആൻസർ ഈസ് എൻഡോഗ്യാമി അല്ലെങ്കിൽ എൻഡോഗ്യാമസ്. എക്സോഗ്യാമസ് എന്ന് പറയുന്നത് മാരിങ് ഔട്ട്സൈഡ് വൺ സോഷ്യൽ ഗ്രൂപ്പ്. ഒരാളെ സോഷ്യൽ ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഒരാളെ കാസ്റ്റിന്റെ പുറത്തുനിന്ന് അവർ കല്യാണം കഴിക്കുകയാണെങ്കിൽ അതിനെ എക്സോഗ്യാമസ് എന്നാണ് പറയുന്നത്. പോളിഗാമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാരിങ് മൾട്ടിപ്പിൾ സ്പൗസസ് അറ്റ് എ ടൈം. അപ്പം ഒരേ ടൈമിൽ തന്നെ ഒരുപാട് സ്പൗസസ് അല്ലെങ്കിൽ ഒരുപാട് പങ്കാളികൾ ഉണ്ടെങ്കിൽ അതിനെയാണ് പോളിഗാമി എന്ന് പറയുന്നത്. അപ്പൊ പോളിഗാമി എന്ന് പറയുമ്പോൾ പോളിഗൈനി അറിഞ്ഞിരിക്കണം, പോളി ആൻഡ്രി അറിഞ്ഞിരിക്കണം. പോളിഗൈനി എന്ന് പറയുന്നത് മാൻ ഈസ് മാരീഡ് ടു മോർ ദാൻ വൺ വിമൻ അറ്റ് എ ടൈം.
അപ്പം ഒരു പുരുഷൻ ഒരു സ്ത്രീയിൽ കൂടുതൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ അതിനെയാണ് പോളിഗൈനി എന്ന് പറയുന്നത്. പോളി ആൻഡ്രി എന്ന് പറയുന്നത് സ്ത്രീകൾ ഒന്നിൽ കൂടുതൽ പുരുഷന്മാരെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അതിനെയാണ് പോളി ആൻഡ്രി എന്ന് പറയുന്നത്. അപ്പൊ പോളിഗ്യാമിയിൽ ഉൾപ്പെടുന്നതാണ് പോളിഗൈനി, അതുപോലെ തന്നെ പോളി ആൻഡ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് സൊസൈറ്റി. ഫാമിലി, ഗ്രൂപ്പ്, കിൻഷിപ്പ്, മാരേജ്. അപ്പൊ നമ്മൾ ഫണ്ടമെന്റൽ യൂണിറ്റ്, സൊസൈറ്റിയുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഒരു ഫണ്ടമെന്റൽ യൂണിറ്റ് ആയിട്ട് കരുതുന്നത് ഫാമിലിയാണ്. അപ്പൊ ഫാമിലിയാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഫാമിലി നമ്മൾ പറയും പ്രൈമറി ലെവൽ ഓഫ് ചൈൽഡ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഫാമിലിയാണ്. അപ്പൊ ഫാമിലിയാണ് ആദ്യമായിട്ട് ഒരു കുട്ടിക്കുള്ള സോഷ്യലൈസേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ പ്രൈമറി ലെവൽ ഓഫ് ചൈൽഡ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഫാമിലിയാണ്. അപ്പൊ നമ്മൾ ആ ഒരു സോഷ്യലൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൈമറി ലെവലിൽ കൊണ്ടുപോകുന്നത് ഫാമിലിയാണ്. അപ്പൊ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത് ഫാമിലിയാണ്. Next question, which type of family comes under the male head of the family possessing all powers? Joint family, patriarchal family, matriarchal family, nuclear family. ഏത് ടൈപ്പ് ഫാമിലിയിലാണ് മെയിൽ ഹെഡിന് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് കൂടുതൽ പവർ ഉള്ളത്, അല്ലെങ്കിൽ കൂടുതൽ പവേഴ്സ്, റെസ്പോൺസിബിലിറ്റീസ്, കാര്യങ്ങൾ, അപ്പം കുറച്ചുകൂടെ പവർ കാര്യങ്ങളൊക്കെ ഏത് ടൈപ്പ് ഓഫ് ഫാമിലിയിലാണ് പുരുഷന്മാർക്ക് കൂടുതൽ ഉള്ളത്? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് പെട്രിയാർക്കൽ ഫാമിലിയാണ്. പെട്രിയാർക്കൽ ഫാമിലി. മെട്രിയാർക്കൽ ഫാമിലി എന്ന് പറയുമ്പം അവിടെ ഫീമെയിൽ ആയിട്ടുള്ള ആൾക്കായിരിക്കും കുറച്ചും കൂടെ പവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അവരായിരിക്കും ഫാമിലിയിലെ ഡിസിഷൻസ് കാര്യങ്ങളെല്ലാം എടുക്കുന്നത്. അപ്പൊ മെട്രിയാർക്കൽ ഫാമിലിയിൽ ഫീമെയിൽസ് ആണ് കൂടുതലായിട്ട് ഡിസിഷൻസ് കാര്യങ്ങൾ എടുക്കുന്നത്. പെട്രിയാർക്കൽ ആണെങ്കിൽ മെയിൽ ഹെഡാണ് പവേഴ്സ് എല്ലാം പോസസ് ചെയ്യുന്നത്. അപ്പൊ അവർക്കാണ് ഫാമിലിയിൽ ഡിസിഷൻസ് എടുക്കാനുള്ള റൈറ്റ്സും പവറും എല്ലാം കാണും. Next question is change in relationship, economic independence, small family marriage settled by parents is a feature of modern family, traditional family, nuclear family, joint family. ചോദിച്ചിരിക്കുന്നത് റിലേഷൻഷിപ്പിലൊക്കെ ചേഞ്ചസ് വരുത്തുന്നു, എക്കണോമിക് ഇൻഡിപെൻഡൻസ് വരുന്നു, ഫാദർ മദർ മാത്രം ചിന്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർ ഡിസൈഡ് ചെയ്തിട്ടുള്ള അല്ലാത്ത ഒരു മാരേജ് ഒക്കെ സ്വീകരിക്കുകയാണെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് ഫാമിലിയിലാണ് കാണുന്നത്? അപ്പൊ സാധാരണയായിട്ട് ഇതുപോലെ ഇപ്പം ആ ഒരു ജനറേഷനിലുള്ള ആൾക്കാർ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ആരാണോ ആ മെയില് ഫീമെയിൽ, അവർ തന്നെ അവരെ വിവാഹത്തിനെ കുറിച്ച് ഡിസിഷൻസ് എടുക്കുന്നു, അവർക്കൊരു എക്കണോമിക്കൽ ഇൻഡിപെൻഡൻസ് വരുന്നു, അല്ല അവരെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് അവർ തന്നെ ഡിസൈഡ് ചെയ്യുന്നു. ഈ കാര്യങ്ങൾ, ഈ പ്രത്യേകതകളെല്ലാം വരുന്നത് മോഡേൺ ഫാമിലിക്കാണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ട്രഡീഷണൽ ഫാമിലി എന്ന് പറയുന്നത്. റൈറ്റ് ആൻസർ ഈസ് മോഡേൺ ഫാമിലി. Next question, behavior which can transmitted from one generation to another generation known as customs, beliefs, norms, culture. The right answer is option D, culture. അപ്പോൾ കൾച്ചർ ആണ് അല്ലെങ്കിൽ ഒരു പാരമ്പര്യമാണ് നമ്മൾ ഒരു ജനറേഷന് അടുത്ത ജനറേഷനിലോട്ട് കൈമാറി വരുന്നത്. അപ്പോൾ കൾച്ചർ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. Next question, which one of the following statement is true about the characteristics of a culture? Culture is not acquired but inherited. Culture is not communicative. Culture fulfills only social function. Culture is subjected to change. അപ്പം ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത്? ഓപ്ഷൻ എ ഒരിക്കലും മാച്ച് ചെയ്യില്ല. കൾച്ചർ എന്ന് പറയുന്നത് കൾച്ചർ ഈസ് നോട്ട് അക്വയർഡ് ബട്ട് ഇൻഹെറിറ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? പക്ഷെ ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇൻഹെറിറ്റഡ് എന്ന് പറയുമ്പോൾ ജീൻസ് ഒക്കെയാണ് ഇൻഹെറിറ്റഡ് ആയിട്ട് പോകുന്നത് അല്ലെ? ഒരു കൾച്ചർ ഒരിക്കലും ഒരു ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമല്ല അല്ലെ? അപ്പൊ കൾച്ചർ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ അക്വയർ ചെയ്തെടുക്കുന്നതാണ്, നമ്മൾ ജീവിതത്തിൽ ആർജിച്ചെടുക്കുന്നത് അല്ലെ നേടിയെടുക്കുന്നതാണ് കൾച്ചർ എന്ന് പറയുന്നത് അല്ലെ പാരമ്പര്യം എന്ന് പറയുന്നത്. ഇതൊരിക്കലും ഇൻഹെറിറ്റഡ് അല്ല. കൾച്ചർ ഈസ് നോട്ട് കമ്മ്യൂണിക്കേറ്റീവ് അല്ലെ? ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. കൾച്ചർ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റീവ് ആണ്. കൾച്ചർ ഫുൾഫിൽസ് ഓൺലി സോഷ്യൽ ഫംഗ്ഷൻ. കൾച്ചർ നമ്മുടെ സോഷ്യൽ ഫംഗ്ഷൻ മാത്രമല്ല ഫുൾഫിൽ ചെയ്യുന്നത്, അല്ലാതെ അതിന് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. കൾച്ചർ ഈസ് സബ്ജക്റ്റഡ് ടു ചേഞ്ച് അല്ലെ? കൾച്ചർ ചേഞ്ച് ആവുന്നതാണ് അല്ലെങ്കിൽ അതിന് ചേഞ്ചസ് വരുന്നതാണ്. അപ്പൊ കൾച്ചർ ഈസ് സബ്ജക്റ്റഡ് ടു ചേഞ്ച് ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. Next question, division of society into various groups having their own characteristic status role is termed as social change, social control, social stratification, social class.
ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സൊസൈറ്റീനെ വേരിയസ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ആ ഓരോ ഡിവൈഡ് ചെയ്യുന്ന ഓരോരോ സോണിനും അതിൻ്റെതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ പറയുന്ന പേരാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ സൊസൈറ്റീനെ ഡിഫറെന്റ് സ്ട്രാറ്റാസ് ആയിട്ട് അല്ലെങ്കിൽ വിവിധ തട്ടുകളായിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യാണ് അല്ലെ. ഡെഫിനിഷൻ ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് സൊസൈറ്റി അല്ലെങ്കിൽ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിനെയോ ഒരു സൊസൈറ്റിയോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ അതിനെ ഓരോ തട്ടുകളായിട്ട് വേർതിരിക്കുന്നു. എന്തിന്റെ ബേസിസിലാണ്? വെൽത്ത്, പവർ അല്ലെങ്കിൽ പ്രസ്റ്റീജ്. ചിലപ്പം വെൽത്തിന്റെ അല്ലെങ്കിൽ സാമ്പത്തികത്തിന്റെ അടിസ്ഥാനത്തിലാവാം, അല്ലെങ്കിൽ പവറിന്റെ അടിസ്ഥാനത്തിലാവാം, അല്ലെങ്കിൽ അവരെ പ്രസ്റ്റീജിന്റെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ ഒരു സൊസൈറ്റിയെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയും റാങ്കിങ് ഓഫ് പീപ്പിൾ ഓർ ഗ്രൂപ്പ്സ് അക്കോർഡിംഗ് ടു ദെയർ അൺഈക്വൽ ആക്സസ് ടു സ്കേഴ്സ് റിസോഴ്സസ് അല്ലെ. അപ്പൊ ചിലപ്പം സാമ്പത്തികത്തിന്റെ മണിയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ആൾക്കാരെ റാങ്ക് ചെയ്ത് വെക്കുന്നതിനെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത് സെഗ്മെന്റ് ഓഫ് സൊസൈറ്റി ഹൂസ് മെമ്പേഴ്സ് ഹോൾഡ് സിമിലർ അമൗണ്ട്സ് ഓഫ് റിസോഴ്സസ് ആൻഡ് ഷെയർ വാല്യൂസ്, നോംസ് ആൻഡ് ഐഡന്റിഫയബിൾ ലൈഫ് സ്റ്റൈൽ. സോഷ്യൽ ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിലുള്ള ആൾക്കാർക്കൊക്കെ സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ കാണും അല്ലെ. അവരുടെ വാല്യൂസ് അല്ലെങ്കിൽ അവരുടെ നോംസ് അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ സെയിം ആയിരിക്കും. അതിനെയാണ് ഒരു സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത്. സോഷ്യൽ ക്ലാസ്സിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ അവർക്ക് സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഇതൊരു സോഷ്യൽ ക്ലാസ് ആണെങ്കിൽ ഇവർക്ക് ഒരു സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാണാൻ പറ്റും അല്ലെ. അവരുടെ വാല്യൂസ് സെയിം ആയിരിക്കും, അവരുടെ നോംസ് ചിലപ്പം സെയിം ആയിരിക്കും, അവരെ ഐഡന്റിഫൈ അവരുടെ ലൈഫ് സ്റ്റൈൽ ചിലപ്പം സെയിം ആയിരിക്കും. അല്ലെങ്കിൽ അടുത്ത തട്ടിലോട്ട് നമ്മൾ പോകുമ്പോൾ അവർ ഏകദേശം ഒരുപോലെയുള്ള സിമിലാരിറ്റീസ് കാണും. അങ്ങനെയാണ് സോഷ്യൽ ഇതിനെ ഓരോന്നിനെയാണ് സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത്. Next question, group of people organized for particular purpose is known as society, institution, association, community. ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് പെർട്ടിക്കുലർ പർപ്പസ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആൾക്കാരെ ഓർഗനൈസ് ചെയ്യാണ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ നമ്മൾ ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ അതിന് എന്താണ് പറയുക? ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് അസോസിയേഷൻ ആണ്. Next question, important feature of primary group: voluntary membership, impersonal relationship, face-to-face contact, indirect communication. അപ്പം നമ്മളെ പ്രൈമറി ഗ്രൂപ്പിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ പ്രൈമറി ഗ്രൂപ്പിന്റെ ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം, വോളണ്ടറി മെമ്പർഷിപ്പ്. ഒരിക്കലും ഒരു പ്രൈമറി ഗ്രൂപ്പിൽ നമ്മൾ ഒരു വോളണ്ടറി മെമ്പർഷിപ്പ് എടുത്തിട്ടല്ല അംഗമാവുന്നത്. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് നമ്മളെ ഫാമിലി ഒരു പ്രൈമറി ഗ്രൂപ്പാണ് അല്ലെ. അപ്പൊ നമ്മൾ ആരും നമ്മളെ ഫാമിലിയിൽ ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ടൊന്നല്ല അതിന്റെ അംഗമാവുന്നത്. ഒരു വോളണ്ടറി ആയിട്ട് നമ്മൾ ചെന്നൊരു മെമ്പർഷിപ്പ് എടുത്തിട്ടല്ല അംഗമാവുന്നത് അല്ലെ. അതൊരു ഇൻവോളണ്ടറി ആയിട്ട് ഉള്ള ഒരു ഗ്രൂപ്പാണ് അല്ലെ. അതിൽ നമ്മൾ യാതൊരു തരത്തിലുള്ള മെമ്പർഷിപ്പ് കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. അപ്പൊ ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. ഇംപേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ല, ഒരിക്കലും നമ്മളൊരു പ്രൈമറി ഗ്രൂപ്പിൽ പേഴ്സണൽ റിലേഷൻഷിപ്പ് കാര്യങ്ങളാണ് കാണുക. ഇംപേഴ്സണൽ റിലേഷൻഷിപ്പ് അവിടെ കാണുന്നില്ല അല്ലെ. ഫേസ് ടു ഫേസ് കോണ്ടാക്ട്, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പം ആ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഫാമിലി. ഇപ്പൊ ഫാമിലിയിൽ ഒരു ഫാദർ മദർ ആണെങ്കിൽ അവർ തമ്മിൽ ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നുണ്ട്, ഒരു ഫേസ് ടു ഫേസ് കോണ്ടാക്ട് വരുന്നുണ്ട്. അപ്പം സിബ്ലിങ്സ് തമ്മിൽ ഒരു കോണ്ടാക്ട് വരുന്നുണ്ട്. അപ്പൊ ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ആണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. അടുത്ത ഓപ്ഷൻ ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ പ്രൈമറി ഗ്രൂപ്പിൽ നടക്കുന്നില്ല, അത് സെക്കൻഡറി ഗ്രൂപ്പിലാണ് നടക്കുന്നത്. നമ്മൾ ഈ ഒരു പ്രൈമറി ഗ്രൂപ്പിൽ ഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് നടക്കുക. ആൾക്കാർ തമ്മിൽ സംസാരിക്കുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൈമറി ഗ്രൂപ്പിലാണ് നടക്കുന്നത്. അപ്പൊ റൈറ്റ് ആൻസർ ചോദിച്ചിരിക്കുന്നത് ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ആണ് വരിക. ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ആണ് കറക്റ്റ് ആൻസർ. Next question, which of the following is not an example of secondary group? Family, athletic group, co-worker group, schoolmate group. ഇതിൽ സെക്കൻഡറി ഗ്രൂപ്പിന്റെ എക്സാമ്പിൾ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഫാമിലി ആണ് വരിക. ഫാമിലി എന്ന് പറയുന്നത് ഒരു പ്രൈമറി ഗ്രൂപ്പാണ്. അല്ലാതെ നമ്മൾ അത്ലറ്റിക് ഗ്രൂപ്പ്, കോവർക്കർ ഗ്രൂപ്പ്, സ്കൂൾമേറ്റ് ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് സെക്കൻഡറി ഗ്രൂപ്പാണ്. റൈറ്റ് ആൻസർ ഈസ് ഫാമിലി. ഫാമിലി ഈസ് എ പ്രൈമറി ഗ്രൂപ്പ്. Next question, institution which exercise monopoly over the legitimate use of power is called as political institution, religious institution, economic institution, educational institution. പവർ ഒക്കെ യൂസ് ചെയ്യുന്നത് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when was Dowry Prohibition Act enacted?
1961, 1955, 1949, 1947. ഇപ്പൊ ദൗറി പ്രൊഹിബിഷൻ ആക്ട് സ്ത്രീധന നിരോധന നിയമം വന്നിരിക്കുന്നത് 1961 ആണ്. 1961 ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്.